ടെക്സ്ചർ ഐഡിയാസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതൊരു ഷോ വാളാണ്. ഇതിലാണ് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു മാർബിൾ ഫിനിഷ്. നമുക്ക് ആർക്കിടെക്ട് തന്നേക്കുന്ന ഒരു ഡിസൈനാണിത്. അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഓവറായിട്ടുള്ള ഡിസൈനൊന്നും വേണ്ട, വെറുതെ വൈറ്റിൽ വെറുതെ വര മാത്രം മതി എന്നുള്ള രീതിയിലാണ് നമുക്ക് 3D തന്നേക്കുന്നത്. അപ്പോൾ നമ്മളതാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഏതാണ് മെറ്റീരിയൽ എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാം. വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു വാള്. അപ്പോൾ ഇൻട്രോയിൽ പറഞ്ഞ മാതിരി തന്നെ ഇതാൾ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാടെക്സിൻ്റെ പ്രോഡക്റ്റാണ് മാർബിനോ. ഈ മാർബിനോടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 7 കിലോ പ്രോഡക്റ്റ് ഉണ്ട്. പിന്നെ അതുകൂടാതെ അതിൻ്റെ വാക്സ് ഉണ്ട്, പേപ്പർ ഉണ്ട്. ഇതൊരു കോംബോ പാക്കായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സാധനത്തിന് വേണ്ടി അന്വേഷിച്ചടക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു പാക്കിൽ തന്നെ നമുക്ക് ഈ 3 ഐറ്റം ഉണ്ടാവും. പിന്നെ ആകെ നമുക്ക് വേണ്ടെങ്കിൽ കളറിനുള്ള സ്റ്റെയിനർ മാത്രം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയാൽ മതി. ബാക്കിയൊക്കെ ഓൾറെഡി ഇവർ എക്സാടെക്സിൻ്റെ പ്രോഡക്റ്റിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്രോഡക്റ്റും കൂടിയാണ്. അപ്പോൾ ഫിനിഷിങ്ങും കാര്യമൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ ഫിനിഷിങ് എങ്ങനെയാണ്, മാർബിളിൻ്റെ ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം കളറോ കാര്യമൊന്നുമില്ല, പ്യൂർ വൈറ്റിലാണ് വേണ്ടത്. ആദ്യം പറഞ്ഞ വൈറ്റാണ്, പിന്നീടാണ് അതിൻ്റെ 3D ചെറിയ ചേഞ്ചിങ് വരുത്തിയത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള വാളൊക്കെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 കോട്ട 3 കോട്ട ആപ്ലിക്കേഷൻ ചെയ്യണം. അധികം നമ്മൾ ഡിസൈനും ചെയ്യാത്തുണ്ടെങ്കിൽ 3 കോട്ടൊക്കെ പ്യൂർ വൈറ്റ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വലിയ ബ്ലേഡിന് തന്നെ ആപ്ലിക്കേഷൻ ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേറ്റർമാർ ശരിക്കും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ബ്ലേഡൊക്കെ ഒഴിവാക്കി വലിയ ബ്ലേഡിന് തന്നെ ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഫിനിഷിങ്ങും കിട്ടും. അതൊരു 3 കോട്ട് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ വൈറ്റൊക്കെ ഇട്ടതിന് ശേഷം അപ്പോൾ ഞാൻ പറഞ്ഞൊരു വരക്ക ഉണ്ടെന്ന് അവർ പുള്ളി പറഞ്ഞേക്കുന്നത്, എഞ്ചിനീയർ ആർക്കിടെക്ട് പറഞ്ഞേക്കുന്നത് ഇത് വരക്കരുത്, വരച്ച ഫീല് കിട്ടരുത്, സ്പ്രെഡായിട്ടുള്ള ഫീലാണ് വേണ്ടതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അതിനു വേണ്ടി ഒരു ചെറിയൊരു ഗണ്ണ് ആണ് ഈ ഗ്രെയിൻസ് വരക്കാൻ വേണ്ടി എടുത്തേക്കുന്നത്. ആർട്ട് ഗണ്ണാണ്. അപ്പോൾ ആർട്ട് ഗണ്ണിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ഷാർപ്നെസ്സും കാര്യങ്ങളും, പിന്നെ ഒരു എന്ന് പറഞ്ഞാൽ കാട്ടൻ ബോർഡിലാണ് ആ ഒരു ഗ്രെയിൻസ് ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്.
നമ്മൾ ഫൈനലി ഇതിൻ്റെ വാക്സ് ആണ് നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പോൾ വാക്സ് ഇടുന്നതും വലിയ ബ്ലേഡിന് തന്നെയാണ്. അത് നല്ല വാക്സ് അടക്കം മൊത്തം ഐറ്റമാണ് എക്സാടെക്സ് ഈ മാർബിനോ ഫിനിഷ് ഇറക്കിയേക്കുന്നത്. നമുക്ക് മറ്റുള്ള പ്രോഡക്റ്റ് അന്വേഷിച്ച് നടക്കാനോ വാക്സ് അത് ഇത് ഒരു കമ്പനി ഇറക്കുമ്പോൾ കണ്ടല്ലേ, അപ്പോൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാവും, മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പേപ്പർ ഉണ്ടാവില്ല, അതുമാതിരി തന്നെ നമ്മൾ വാക്സ് ഉണ്ടാവില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടി ഒറ്റ കോംബോ പാക്കിലാണ് വരുന്ന സാധനം. വാക്സൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. അതേമാതിരി തന്നെ നിങ്ങൾക്ക് ഫിനിഷ് കാണുമ്പോൾ തന്നെ അറിയാം പ്രോഡക്റ്റിൻ്റെ നിലവാരവും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഈ ഫിനിഷിങ്ങും കാര്യങ്ങളും കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല പക്ക ഗ്ലെയർ ഉണ്ട്. നിങ്ങൾക്ക് തന്നെ ഈ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും. ഷാഡോവും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് കാണാം. ഇത്ര നല്ല ഹൈറ്റ് വാള് നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ഫിനിഷിങ്ങും കാര്യവും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കേണ്ട നമ്പർ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. മെറ്റീരിയലിനെ കുറിച്ച് അറിയാനോ വർക്കിനെ കുറിച്ച് അറിയാനോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അറിയാനുള്ള കാര്യത്തിനായിട്ട് വിളിക്കേണ്ട നമ്പർ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഒരു ലൈക്ക് തന്നെയാണ് നമുക്ക് ഉള്ള സപ്പോർട്ട്. അതേമാതിരി തന്നെ വീഡിയോ ഇഷ്ടമായ കമൻറ്റ് ചെയ്യണം. നമുക്കൊരു അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ.